ഒരു സ്റ്റീലിലുള്ള ഒരു റാക്ക് വാങ്ങിച്ചതിൻ്റെ പോസ്റ്ററാണ്. 200 രൂപയേ ഉള്ളൂ. നല്ല സൂപ്പറാണ്. നമുക്ക് പെയിൻറ്റ് ബ്രഷെല്ലാം വയ്ക്കാനായിട്ട് നല്ല ഉപയോഗപ്പെടും. ഇന്നൊരു ഓലയിലുള്ളൊരു കുട്ട ഉണ്ടാക്കാനാണ് കണ്ടുവന്നിരിക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ ആദ്യം ഈ ഓലയുടെ ആദ്യത്തെ ഇല വിട്ടിട്ട് രണ്ടാമത്തെ ഇലയിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് അടുത്ത ഓല വിട്ടിട്ട് അതിനടുത്ത ഈ ആദ്യത്തെ ഓലയുടെ അടുത്തുള്ളതും ഇതിൻ്റെ മൂന്നാമത്തെ ഓലയൊക്കെയാണ് ഒന്നിടവിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. വീണ്ടും അടുത്തതിങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ അടുത്ത് ഇടവിട്ടുള്ള ഓലകളിങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കണം. നമ്മൾ 1-2 ഓലകളാവുമ്പോൾ വീണ്ടും അതിൻ്റെ ബാക്കിലുള്ള ഓലയും കൂടി എടുത്ത് മടക്കി കൊടുക്കണം. ഇപ്പം 1 2 3 4 ആയിട്ടുണ്ട്. 4 ഓലയായിട്ടുണ്ട്. ഇവിടെ 1 2 3 4 ആയിട്ടുണ്ട്. അടുത്ത് വീണ്ടും നമ്മളിങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിന് അകത്തൂടെ മടക്കിയിട്ട് ഇതിനകത്തൂടെ മടക്കണം. വീണ്ടും നമ്മൾ ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒതുക്കി ബാക്കിലോട്ട് നീക്കി വെച്ച് കൊടുക്കണം, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ശരിയായി കൊടുക്കണം. അടുത്തത് ഇങ്ങനെ അടുത്തത് രണ്ടാമത്തൊന്നും മൂന്നാമത്തൊന്നും എടുത്തു. ഇനി ഇവിടെ നിന്ന് നാലാമത്തത് ഇങ്ങനെ നീക്കി. അപ്പോൾ 1 2 3 4 5 6 ആയി. അടുത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ 1 2 3 ഇടയ്ക്കുള്ളത് ഇങ്ങനെ എടുക്കുക. ഈ ഓലയുടെ അടിയിലുള്ളത് മാത്രം. അടുത്തത് ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ മടക്കി ഇതിനടിയിലോട്ട് വെച്ചെടുക്കുക. നമുക്ക് പൂക്കളൊക്കെ പറിക്കാനും എല്ലാം നല്ല ഉപയോഗപ്പെടുന്ന ഒരു കുട്ടയാണ്. നമ്മൾ വല്ലോ എന്നൊക്കെ പറയും, പണ്ടൊക്കെ വല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 4 എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും 1 2 3 4 അങ്ങനെ വീണ്ടും ഒന്നുകൂടെ അവിടെ നിന്ന് എടുത്ത് മടക്കി കൊടുക്കുക. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. നമുക്ക് അത്രയും വെച്ച് നമുക്കൊരു പെട്ടി ഉണ്ടാക്കാം. നമുക്കത് വീട് മേയാനൊക്കെ നല്ല ഉപയോഗപ്പെടും. പണ്ടത്തെ ആൾക്കാർ ഓല മേഞ്ഞ വീടുകളിൽ താമസിക്കുമ്പോൾ ഇതേപോലെ ഓല മെടഞ്ഞ് എടുത്ത് വീട് വയ്ക്കും. അപ്പോൾ നമ്മൾ കിട്ടിയ ഓലയുടെ എല്ലാ ഓലയ്ക്കാലും നമ്മൾ എടുത്തിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. നമുക്കിതിനെ നേരെ ഒന്ന് അടുപ്പിച്ച് നീക്കി എടുക്കണം. അടുപ്പിച്ച് നീക്കിയെടുക്കണം. ഇവിടെ നമ്മളൊന്ന്
നേരെയാക്കി കൊടുക്കണം, വളഞ്ഞിരിക്കാൻ പാടില്ല. വീണ്ടും ഇവിടെ നിന്ന് നമ്മളിങ്ങനെ എടുക്കുന്നു, മടക്കി കൊടുക്കണം. വീണ്ടും അവിടെ നിന്നുള്ള ലാസ്റ്റിലുള്ള ഓലെടുത്ത് നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മടക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഈ പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനടിയിൽ കൂടെ വെക്കണം. ഇതിനടിയിൽ കൂടെ എടുത്ത് അടുത്ത പോലെയുടെ അടിയിൽ കൂടെ എടുത്ത് അടുത്ത പോലെയുടെ അടിയിൽ കൂടെ എടുത്ത് അടുത്ത പോലെയുടെ അടിയിൽ കൂടെ എടുക്കണം. ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കണം. അടുത്തും വീണ്ടും മടക്കുക. വീണ്ടും മടക്കിയിട്ട് ആദ്യത്തേതുപോലെ തന്നെ ഇടയിൽ കൂടെ ഈ പോലെ ഇടയിൽ കൂടെ ഒന്ന് മടങ്ങിയിരിക്കണം, അതൊന്ന് നോട്ട് കൊടുക്കണം. ഇത് ചേർത്ത് ഇങ്ങനെ ചേർത്ത് ഒരേപോലെ ഇവിടെ ഒരേ അളവ് വരണം, ഇവിടെ അളവ് വരണം. നമ്മൾ ആ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാനുള്ളത്. ഇങ്ങനെ ഇത് മടക്കുക, ഇങ്ങനെ മടക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഒന്ന് അകത്ത് ഇൻസർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് അകത്തൂടെ പുറത്തോട്ട് എടുക്കുക. വീണ്ടും അപ്പം ഇനി ഒന്നുകൂടെ മടക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഇനി ആ സൈഡ് തീർത്തതിന് ശേഷം മടക്കാം. 1 2 3 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് അകത്തോട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓല ഇളകി പോകും. ഏതെങ്കിലും ഒരു ഭാഗത്തങ്ങ് നമ്മൾ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. മടക്കി ചേർത്തങ്ങ് മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം. അതിൽ തന്നെ ഞാൻ മടക്കി വയ്ക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഇവിടെ അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇനി മറു സൈഡ് ഇവിടെ കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒന്ന് മടക്കി ഇങ്ങനെ മടക്കുക. ഒന്നിടവിട്ട് മടക്കിയെടുക്കുക. പാം ലീഫ് നീളമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇൻകംപ്ലീറ്റ് ആയിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ ഓല എടുത്തു. അപ്പം വീണ്ടും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാത്തിലും മടക്കിയിട്ട് കൊടുക്കണം. വീണ്ടും ഇതേപോലെ എല്ലാത്തിലും മടക്കി വെച്ച് കൊടുക്കാം. വീണ്ടും ഇതേപോലെ എല്ലാത്തിലും മടക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഓല മടഞ്ഞത് ശരിയായിട്ടുണ്ട്. അത് നമുക്കിനി ഇവിടെ എല്ലാം ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. നമുക്കൊരു കുട്ട ഉണ്ടാക്കാനും നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് കുട്ടയാക്കാം. ഇനി മറുവശം എടുത്തിട്ട് ഇതിങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുക്കണം.
അങ്ങനെ എടുക്കണം. നമുക്ക് വേറെ എന്തെങ്കിലും നൂലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ അന്ന് അല്പം ചരിഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇവിടെ ഈ ഭാഗം നിന്ന് വെച്ചിട്ട് നമുക്കൊരു ഓലക്കൽ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നന്നായിട്ടൊരു ഓലക്കൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത് ഇവിടെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. 2 ഓലക്കൽ വെച്ച് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇവിടെ നീങ്ങിയിട്ടുണ്ട്. ഇവിടെ നീങ്ങാത്ത രീതിയിൽ മടക്കി വെക്കണം. ഇവിടെ മടക്കി വെച്ചത് നൂന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുത്തൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കെട്ടിട്ടെടുക്കാം. കെട്ടി ചെറുതായിട്ടിട്ടേ ഉള്ളൂ, അത് പോരാ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കെട്ടിട്ടെടുക്കാം. വലിച്ച് തന്നെ ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇളവാത്ത രീതിയിൽ ഇൻസർട്ട് ചെയ്ത് വെക്കണം. നമ്മൾ വീടിന് ഓല ഇട്ടാണെങ്കിൽ മൊത്തം നമ്മൾ ഇതേപോലെ മടക്കി കംപ്ലീറ്റ് ആക്കണം. പക്ഷെ നമുക്ക് കുട്ടയൊക്കെ ആയതുകൊണ്ട് കുട്ട മടക്കിയപ്പോൾ എല്ലാം അളവുന്നുണ്ട്. അത് കുട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാം മടക്കുന്നില്ല. നമുക്കിങ്ങനെ ഒന്ന് ആവശ്യം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി ഇടയ്ക്കൂടെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം. കൈക്കൊക്കെ ഒരു വ്യായാമം കിട്ടുന്ന ഒരു ജോലിയാണ്. പണ്ടൊക്കെ ഓല മേഞ്ഞ വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഓല മേഞ്ഞ വീടേ ഇല്ല. ഓല ആരും വാങ്ങിക്കുകയില്ല. വിറക് വേണ്ട ആളുകൾക്ക്. അതുപോലെ എന്തെങ്കിലും ടോയ്സൊക്കെ ഉണ്ടാക്കാനാണ് ഇപ്പം കൂടുതലും ആൾക്കാർ ഓല എടുക്കുന്നത്. ഒരു ഓലക്കല്ലോടെ വെച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ വലിയ ഭാഗം ഒന്ന് ഇൻസർട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ഇവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് കെട്ടി വെച്ചാൽ മതി. അതിന് ഒരു നമ്മൾ ഈ വഴുതയൊക്കെയാണ് ഇതിനെ എടുക്കാൻ ഓലയ്ക്കാലൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. വഴുത എന്ന് പറയുന്നത് ഓലയിൽ തന്നെ കയറുമ്പം ഒരു നാര് കിട്ടും. അതിനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന് നമുക്കിതുപോലെ കെട്ടാനൊക്കെ എന്ത്
വാഴ കെട്ടാനും എല്ലാം നമുക്ക് ഉപയോഗിക്കും. കുട്ടികളുടെ തലമുടി പിടിച്ച് കെട്ടി വയ്ക്കുമ്പോൾ ഇതിനെ ഒന്ന് കെട്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ കുട്ട ശരിയായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിവശത്തുള്ള ഓലയ്ക്കാലൊക്കെ ഒന്ന് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ കുട്ട ശരിയായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൂക്കളോ നമ്മൾ ഓണത്തിന് പൂക്കളൊക്കെ പറിക്കാനൊക്കെ ഇത് കൊള്ളാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറക്കി വയ്ക്കാൻ പറ്റും. നമ്മുടെ കുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.